ഗവർണർമാർക്ക് സ്ഥലമാറ്റം എന്നുള്ളതാണ്. 13 സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്കാണ് മാറ്റമുണ്ടാകുന്നത്. മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെയാണ് മാറ്റിയത്. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഇത്തരത്തിലൊരു മാറ്റം ഇപ്പോൾ എന്തുകൊണ്ടാണ്? ഏതൊക്കെ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്കാണ് ഈ മാറ്റം ബാധകമാവുക? വിജി, 13 സംസ്ഥാനങ്ങളിലെ ഗവർണർക്ക് മാറ്റമെന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 7 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരും അതോടൊപ്പം തന്നെ 6 സംസ്ഥാനങ്ങളിൽ നിലവിലെ ഗവർണർമാരെ മാറ്റി നിയമിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധേയമായ സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, ലഡാക്ക് ഗവർണർമാരുടെ രാജി രാഷ്ട്രപതി അംഗീകരിച്ചു. ഇവിടെ പുതിയ ഗവർണർമാർ വരും. രമേഷ് ബൈസ് മഹാരാഷ്ട്ര ഗവർണറാകുമെന്ന വാർത്തയാണ് വരുന്നത്. രമേഷ് ബൈസ് ആണ് മഹാരാഷ്ട്ര ഗവർണറാകുന്നത്. അവിടെ ഭഗത് സിംഗ് കോഷിയാരി ആയിരുന്നു നേരത്തെ ഗവർണർ. അദ്ദേഹത്തെ മാറ്റി ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാജി രാഷ്ട്രപതി അംഗീകരിച്ചിരുന്നു. തുടർന്നാണ് ഇപ്പോൾ അവിടെ രമേഷ് ബൈസ് മഹാരാഷ്ട്ര ഗവർണറാകുന്നത്. കൂടാതെ ബ്രിഗേഡിയർ BD മിശ്ര ലഡാക്ക് ഗവർണറാകുമെന്ന വാർത്ത ആണ് വരുന്നത്. കൂടാതെ ആന്ധ്ര ഗവർണറായി ജസ്റ്റിസ് S. അബ്ദുൽ നസീർ അദ്ദേഹം ആന്ധ്ര ഗവർണറാകും. അബ്ദുൽ നസീറിനെ പറ്റി പറയുമ്പോൾ പ്രധാനമായും നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, ഈ അയോധ്യ കേസിൽ വിധി പറഞ്ഞ ആ ബെഞ്ചിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, അബ്ദുൽ നസീർ ഉണ്ടായിരുന്നു. കൂടാതെ മുത്തലാഖ് കേസ് പരിഗണിച്ചപ്പോൾ അനുകൂല നിലപാട് സ്വീകരിച്ചൊരു ജസ്റ്റിസ് കൂടിയായിരുന്നു ജസ്റ്റിസ് അബ്ദുൾ നസീർ. അദ്ദേഹം ആന്ധ്ര ഗവർണറാകും. കൂടാതെ CP രാധാകൃഷ്ണൻ പുതിയ ജാർഖണ്ഡ് ഗവർണറാകും. കൂടാതെ ശിവപ്രതാപ് ശുക്ല ഹിമാചൽ പ്രദേശ് ഗവർണറാകും. ഫാക്കു ചൗഹാൻ മേഘാലയ ഗവർണറാകും. ഗുലാംചന്ദ് കടാരിയ ആസാം ഗവർണറായി നിയമിതനായി എന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. രാഷ്ട്രപതിയാണ് നിയമനം നടത്തിയത്. ജാർഖണ്ഡ് ഗവർണർ ഈ രമേഷ് ബയാസിനെ മഹാരാഷ്ട്ര ഗവർണറായി നിയമിച്ചു. ഭഗത് സിംഗ് കോഷിയാരിയുടെ രാജി അംഗീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി. ഭഗത് സിംഗ് കോഷിയാരിയെ സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം അദ്ദേഹത്തിനെതിരെ മഹാരാഷ്ട്രയിൽ ഉന്നയിച്ചിരുന്നു. ഛത്രപതി ശിവജിയെ അപമാനിച്ചു എന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിനെതിരെ പ്രതിപക്ഷം ആരോപണമായി ഉന്നയിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് ഈ ഗവർണർ പദവിയിൽ തുടരാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചുകൊണ്ടൊരു കത്തയക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. തുടർന്ന് ശിഷ്ടകാലത്തിൽ എഴുത്തുമായി അങ്ങനെ ആ രീതിയിലേക്ക് പോകണമെന്ന രീതിയിൽ ഒരു കത്ത് പ്രധാനമന്ത്രിക്ക് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് അവിടെ അമരീന്ദർ സിംഗ് ഗവർണറായി വരുമെന്ന വാർത്തകളെല്ലാം തന്നെ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ ഭഗത് സിംഗ് കോഷിയാരിയെ മാറ്റി അവിടെ രമേഷ് ബൈസ് രാഷ്ട്രപതി ആയിരിക്കുന്നു. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിജി, നിലവിൽ 13 സംസ്ഥാനങ്ങളിൽ ഗവർണർമാർക്ക് മാറ്റം. 7 സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ മാറ്റി നിയമിച്ചിരിക്കുന്നു. 6 സംസ്ഥാനങ്ങളിൽ നിലവിലെ സംസ്ഥാന ഗവർണർമാർ മാറി വരുന്നു എന്ന വാർത്തയാണ് ഫിജി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശരി ഉണ്ണികൃഷ്ണൻ, 13 സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്ക് മാറ്റം.